ഈജിപ്തിനെതിരെയുള്ള മത്സരശേഷം ലിയോയെ നിറകണ്ണുകളോടെ കാണപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ തുടർ സ്വപ്നം തന്നിലൂടെ അവസാനിച്ചുവെന്ന് കരുതിയെടുത്ത് മൂന്നടിച്ച് തിരിച്ചു വന്നതിന്റെ ആനന്ദ കണ്ണീരായിരുന്നു അത്. കടന്നുപോയവരെല്ലാം വിറപ്പിച്ചിരിക്കാം, പക്ഷേ എല്ലാത്തിനെയും കൊന്നു തൂക്കിയിട്ടുണ്ട്. ലോക ചാമ്പ്യന്മാരുടെ വഴി തടസ്സപ്പെടുത്താൻ നിങ്ങൾ പെടാപ്പാടുപെടുമെന്ന് ഉറപ്പു തന്നെയാണ്. ലോകമേ, കൺകാതുകൾ തുറന്നു തന്നെ വെച്ചേക്കുക. തീരാത്ത കിരീടദാഹത്താൽ ആൽബി സെലസ്റ്റകൾ വരവറിയിക്കുകയാണ്. വിചാരിച്ചതുപോലെയായിരുന്നില്ല മത്സരത്തിന്റെ തുടക്കം. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അർജന്റീനയെ തീർത്തും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടായിരുന്നു ഈജിപ്തിന്റെ മുന്നേറ്റങ്ങൾ. 15-ാം മിനിറ്റിൽ മർവാൻ നദിയ ബോക്സിലേക്ക് നൽകിയ കോർണർ കിക്ക് ഹെഡറിലൂടെ ഈജിപ്ഷ്യൻ ഡിഫൻഡർ യാസർ ഇബ്രാഹിം അർജന്റീനയുടെ വലയിലെത്തിച്ചു. മടക്ക് ഗോളിനായി അർജന്റീന ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷേ പന്തടക്കത്തിൽ ചില പാളിച്ചകൾ കണ്ടുകൊണ്ടേയിരുന്നു. പാസുകളുടെ കൃത്യത നഷ്ടപ്പെട്ടു. ഒടുക്കം ഒരു മുന്നേറ്റം പെനാൽറ്റിയിൽ അവസാനിക്കുന്നു. കിക്കെടുക്കാൻ ലയണൽ മെസ്സി തന്നെയാണ് ഒരുക്കമാകുന്നത്. എന്നാൽ അയാളിൽ ഓസ്ട്രിയക്കെതിരെ എടുത്ത പെനാൽറ്റി മിസ്സിന്റെ താളം തെറ്റിച്ചിരിക്കണം. കിക്കെടുത്ത ലിയോക്ക് പിഴച്ചു. ഈജിപ്ഷ്യൻ കോട്ടക്കതായ കാവലാളായി നിലകൊണ്ട സോബിയർ തന്റെ ജോലി ഭംഗിയായി നിർവഹിച്ചു. 31-ാം മിനിറ്റിൽ മെസ്സിയുടെ നീളം ഫ്രീ കിക്ക് ബാറിൽ തട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നീടും ഈജിപ്തിന്റെ കോട്ടയ്ക്ക് മുമ്പിൽ റോന്ത് ചുറ്റി നടന്ന അർജന്റീന താരങ്ങൾ പലകുറി പ്രഹരമേൽപ്പിച്ചു. ചിലത് ഗോളിൽ അവസാനിച്ചെന്ന് കരുതിയതായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ഗോൾ കീപ്പർ മറികടക്കാൻ കഴിയാത്ത ഒന്നായി അതങ്ങനെ അവശേഷിച്ചു. പരിശീലന സമയത്ത് സ്കലോണി നൽകിയതൊന്നും അർജന്റീന താരങ്ങൾക്ക് ഈജിപ്തിനെതിരെ അയച്ചുവിടാൻ കഴിയാത്തതായി തോന്നി. അങ്ങനെ ആദ്യ പകുതിയുടെ വിസിൽ മുഴങ്ങുന്നു. സ്കോർ ബോർഡിൽ ഈജിപ്തിന് ആധിപത്യം. ലിയോ പരവശനായി കാണപ്പെട്ടു. ഈജിപ്ത് ഒരുക്കിയ പ്രതിരോധം ഭേദിക്കാൻ കഴിയാതെ അവർ മടങ്ങുകയാണ്. ആദ്യ പകുതിയിൽ 7 ഷോട്ടുകളാണ് അർജന്റീന തൊടുത്തുവിട്ടത്. അതിൽ 3 ഷോട്ട് ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. ഈജിപ്ത് ആകട്ടെ അടിച്ച 2-ൽ 1 ഗോളാക്കി മാറ്റിയിരിക്കുന്നു. 59% അർജന്റീന പന്ത് കൈവശം വെച്ചപ്പോൾ ബാക്കി 41% ഈജിപ്തിന്റെ പന്തടക്കം. കാനറികളും പറങ്കികളും ആദ്യമേ നാട്ടിലേക്ക് മടങ്ങിയതാണ്. ഇനി അർജന്റീന കൂടെയുള്ളൂ എന്ന വാക്യമായിരുന്നു എതിർ ആരാധകരി. അവർ ആഗ്രഹിച്ച ആദ്യ പകുതി ചതുരംഗകളത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. അർജന്റീനയാണ്, തിരിച്ചു വരുമോ എന്ന ഭയം. പക്ഷേ ആദ്യ പകുതിയിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അത്തരമൊരു തിരിച്ചുവരവ് അസാധ്യമെന്നത് തീർപ്പായിരുന്നു. മത്സരം പുരോഗമിച്ചു. 2-ാം പകുതിയിൽ പ്രതീക്ഷയുടെ ഭാരവും ചുമന്ന് ഗാലറിയിലും സ്ക്രീനിന് മുന്നിലുമായി അർജന്റീന ആരാധകർ പ്രാർത്ഥന നിറഞ്ഞ മനസ്സുകളോടെ മത്സരം വീക്ഷിക്കുന്നു. പല മിന്നലാട്ടങ്ങളുമുണ്ടായി, പക്ഷേ സ്കോർ ബോർഡ് ചലിച്ചില്ലായിരുന്നു. ലിയോയുടെ മുഖം തെളിഞ്ഞില്ലായിരുന്നു. 58-ാം മിനിറ്റിൽ ഈജിപ്ത് ഗോൾ ലൈൻ ഭേദിക്കുന്നു. പക്ഷേ ഗോളിന് കാരണമായ അറ്റാക്കിംഗ് ഫേസ് ഓഫ് പ്ലേയുടെ തൊട്ടുമുമ്പ് ഈജിപ്ഷ്യൻ മിഡ്ഫീൽഡർ മർവാൻ അർജന്റീനയുടെ പ്രതിരോധ താരം ലിസാൻഡ്രോ മാർട്ടിനസിനെ വലിച്ചിട്ടതിനാൽ ഗോൾ നിഷേധിക്കപ്പെടുന്നു. ക്ലോക്കിൽ 67 മിനിറ്റ് പിന്നിടുകയാണ്. അർജന്റീനക്ക് അനുകൂലമായി ലഭിച്ച കോർണറിന് പിന്നാലെ ഈജിപ്ത് നടത്തിയ മിന്നൽ കൗണ്ടർ അറ്റാക്കിൽ മുഹമ്മദ് സല നൽകിയ പാസ് സ്വീകരിച്ച് ഹൈസം ഹസൻ ബോക്സിലേക്ക് നൽകിയ ക്രോസ് മുസ്തഫ സിക്കോ ലക്ഷ്യത്തിലെത്തിച്ചു. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ കെട്ടണയുന്നു. ഇരമ്പിയാർത്ത ആരാധക കൂട്ടം പൊടുന്നനെ മൂകതയിലേക്ക്. ഗാലറിയിലിരിക്കുന്ന ഒരു കുഞ്ഞ് കണ്ണീർ പൊയിച്ച് നോക്കി നിൽക്കുന്നത് അർജന്റീനിയൻ മനസ്സുകളിൽ സങ്കടം വിതച്ചതാണ്. ഈജിപ്ത് തീർക്കുന്ന പ്രതിരോധം പൊളിച്ചു കടക്കാൻ മെസ്സിയും കൂട്ടരും നന്നെ പാടുപെടുന്നു. ഇല്ല, ഇതിങ്ങനെയൊന്നും തീരുന്നതല്ല. പെനാൽറ്റി കിക്കിൽ ഒരു ജനതയുടെ തുടർ സ്വപ്നം നഷ്ടമായെന്ന് തോന്നിയെങ്കിൽ ലോകമേ കൺ തുറന്ന് കാണുക. 79-ാം മിനിറ്റിൽ ഇടം കാലിൽ നിന്ന് ബോക്സിലേക്ക് കടന്നു തൂക്കിയ ക്രോസ് എല്ലാം ഗണിച്ച് മുന്നോട്ട് ഓടിക്കയറിയ ഡിഫൻഡർ ക്രിസ്ത്യൻ റൊമേറോയുടെ തലയിലേക്ക്. അയാളത് വലയിലേക്ക് കുത്തിയിറക്കുന്നു. പ്രതീക്ഷിക്കാൻ വീണ്ടും ഒരു കാരണം. എതിരാളികളിൽ ഭയം ചിതറി മെസ്സിയും കൂട്ടരും ഗോളാഘോഷിക്കുന്നു. ലീഡ് വെട്ടിപ്പിടിക്കാൻ ഇനിയൊരു ഗോൾ കൂടെ വേണം. ആ ഒരു തോന്നലുണ്ടായപ്പോൾ ലിയോ നഷ്ടപ്പെടുത്തിയ പെനാൽറ്റിയിൽ ഇത്തിരി അമർഷം തോന്നിയേക്കാം. പക്ഷേ അത് മെസ്സിയാണ്. അയാളെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഒന്ന് പിഴച്ചാൽ ആ പഴുതടച്ച് അയാൾ അവതരിച്ചിരിക്കും. അതെ, മത്സരത്തിന്റെ 84-ാം മിനിറ്റിൽ അത് സംഭവിച്ചു. ഈജിപ്ഷ്യൻ പ്രതിരോധത്തിന്റെ പിഴവിൽ വന്നപ്പോൾ മെസ്സിയുടെ കാലുകളിലേക്ക്
സ്വപ്നയാത്രക്ക് കവചമൊരുക്കാൻ പ്രതിരോധ കോട്ട നീണ്ടു നിൽപ്പുണ്ട്. മെസ്സി അതൊന്നും കണ്ടില്ല. അതിനിടയിലുള്ള ഗ്യാപ്പുകൾ കൃത്യമായ ആൾ കാണുന്നുണ്ട്. ഇടം വല നോക്കാതെയുള്ള ഇടം കാൽ ഷോട്ട് ഈജിപ്ഷ്യൻ വല തുളക്കുന്നു. ആളറിഞ്ഞ് കളിക്കടയെന്ന് മെസ്സിയും കൂട്ടരും പറയാതെ പറയുന്നു. അന്ധകാരം മൂടപ്പെട്ട ഇടം ലിയോ അവതരിച്ചു കൊള്ളുന്നു. ഈജിപ്ഷ്യൻ പ്രതിരോധ മികവ് കണ്ട മത്സരം 30 മിനിറ്റ് അടങ്ങുന്ന എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്നാണ് കരുതിയത്. പക്ഷേ അതുമുണ്ടായില്ല. ഇഞ്ചുറി ടൈമിൽ ലിസാൻഡ്രോ പെരേഡസിന്റെ മികച്ചൊരു ടാക്ലിങ്ങിന് പിന്നാലെ അർജന്റീന നടത്തിയ കൗണ്ടർ അറ്റാക്ക് വീണ്ടും പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ തെളിയിക്കുകയാണ്. മാർട്ടിനസ് ബോക്സിലേക്ക് ഉയർത്തിയ ക്രോസ് എൻസോ ഫെർണാണ്ടസ് പവർഫുൾ ഹെഡറിലൂടെ ഈജിപ്ത് ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്തി വിജയ ഗോൾ കുറിക്കുന്നു. ലിയോ അത് കണ്ടാസ്വദിക്കുകയാണ്. 2 ഗോളിന് പിറകിലായപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ബലം തോന്നിയിരുന്നില്ലേ? ജയിക്കുമെന്ന് നിങ്ങളുടെ തലച്ചോർ അപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നില്ലേ? അതെ, ആ പ്രതീക്ഷയുടെ പേരാണ് അർജന്റീന. ഒന്നും ആർക്കു മുന്നിലും അടിയറ വെക്കാനില്ലെന്ന പ്രഖ്യാപനത്തോടെ ഈജിപ്ത് രാജകുമാരനെയും അയാളുടെ എന്തിനും പോന്ന പടയാളികളെയും കാഴ്ചക്കാരനാക്കി സ്കലോണിയുടെ പടക്കോപ്പുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക്. മത്സരത്തിന്റെ അവസാന വിസിൽ മുടങ്ങിയപ്പോൾ ലയണൽ മെസ്സിയുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ ഈ വിജയത്തിന് എത്രത്തോളം വൈകാരികതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 2-0 എന്ന നിലയിൽ പിന്നിലായിരുന്നിട്ടും പൂർണ്ണമായ പരാജയത്തിലേക്ക് വീണു പോകുമെന്ന് കരുതിയ ഘട്ടത്തിൽ നിന്നാണ് അർജന്റീന ടീം അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് നടത്തിയത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ തങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന വലിയ സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള അർജന്റീന താരങ്ങളുടെ അചഞ്ചലമായ പോരാട്ടവീര്യം ഏവരെയും വിസ്മയിപ്പിക്കുകയാണ്. 39 വയസ്സിലും ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെയും വലിയ അത്ഭുതമായി ലയണൽ മെസ്സി തുടരുകയാണ്. യുവതാരങ്ങൾ അണിനിരക്കുന്നൊരു ടീമിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഈ മത്സരം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. തോൽവി ഉറപ്പിച്ച നിമിഷത്തിൽ നിന്നും ഒരു ഗോളും ഒരു അതിമനോഹരമായ അസിസ്റ്റും സ്വന്തമാക്കി തൻ്റെ ടീമിനെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ് ലയണൽ മെസ്സി ചെയ്തത്. നൂലിയ വ്യത്യാസത്തിലാണ് അക്ഷരാർത്ഥത്തിൽ പരാജയത്തിന്റെ വക്കിൽ നിന്നും അദ്ദേഹം ആ ജീവൻ മരണ വിജയം സ്വന്തം ടീമിനായി റാഞ്ചിയെടുത്തത്. ഇത് സാധാരണ മത്സരമായിരുന്നില്ല, മറിച്ച് കാലം എക്കാലവും ഓർമ്മിക്കുന്ന ഒരു ഇതിഹാസ നിമിഷമായിരുന്നു. പ്രായം വെറും ഒരു അക്കമാണെന്നും പ്രതിസന്ധികളിൽ തളരാതെ പൊരുതാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ലെന്നും മെസ്സിയും സംഘവും വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഫുട്ബോൾ ആരാധകർ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ ചരിത്രം രചിക്കപ്പെടുന്നതിന് സാക്ഷ്യം വഹിക്കുകയാണ്. ലയണൽ സ്കലോണി എന്ന പരിശീലകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. തന്ത്രങ്ങൾ മെനയുന്ന ആ മനുഷ്യന് ആ നിമിഷത്തിൽ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സ്കലോണി എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പതറിപ്പോയി. എനിക്ക് നിങ്ങളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ വല്ലാതെ നിരാശനായി നിൽക്കുകയാണ് എന്നിങ്ങനെ അയാളുടെ വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു. ക്യാമറകൾക്കും ചോദ്യങ്ങൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹം തന്റെ കളിക്കാരെക്കുറിച്ചുള്ള ചിന്തകളിൽ പൂർണ്ണമായും വലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഈജിപ്തിനെതിരെയുള്ള ആ അവിസ്മരണീയ തിരിച്ചുവരവിന് ശേഷമുള്ള വൈകാരിക നിമിഷങ്ങളായിരുന്നു അത്. പരാജയത്തിന്റെ വാക്കിൽ നിന്നും തന്റെ ടീം പൊരുതി നേടിയ ആ ഐതിഹാസിക വിജയം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്നു. കളിക്കളത്തിൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ നിന്നും അവസാന ശ്വാസം വരെ പൊരുതി വിജയം പിടിച്ചെടുത്തൊരു കൂട്ടം കളിക്കാരെ നോക്കി ഒരു പരിശീലകൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അഭിമാനമായിരുന്നു ആ കണ്ണീരിലൂടെ പുറത്തു വന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പൊരുതിയ തന്റെ ടീം അംഗങ്ങളുടെ അർപ്പണബോധവും അതിജീവനത്തിന്റെ ദാഹവും അദ്ദേഹത്തെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു. എന്തൊരു മികച്ച കളിക്കാരുടെ സംഘമാണിത്, എനിക്കും പോകണം, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് വിതുമ്പിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്നും നടന്നു നീങ്ങിയത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ഹൃദയസ്പർശിയായ കാഴ്ചകളിലൊന്നായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇത് വെറും ഒരു മത്സരം മാത്രമല്ല, പരസ്പരം വിശ്വസിക്കുകയും താങ്ങാവുകയും ചെയ്യുന്ന ഒരു വലിയ കുടുംബമാണെന്ന് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അടിവരയിടുന്നു. വിജയത്തിന്റെ ബാഹ്യമായ ആഘോഷങ്ങൾക്കിടയിലും തന്റെ ടീമംഗങ്ങളുടെ കഠിനാധ്വാനത്തോടും പോരാട്ടവീര്യത്തോടുമുള്ള ഒരു പരിശീലകന്റെ അതിരുകളില്ലാത്ത സ്നേഹവും ആദരവുമാണ് സ്കലോണിയുടെ ഈ പ്രതികരണത്തിലൂടെ ലോകം കണ്ടത്. എന്നിരുന്നാലും അർജന്റീന കംബാക്ക് അടിച്ച് വിജയിച്ചിരിക്കുന്നു. ഇത് അവരുടെ വിജയമാണ്. തോൽവി കാത്തിരുന്നവർക്കിനി മടങ്ങാം.